നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടിയിൽ സർക്കാർ വക ഭൂമിയിൽ മരം കൊള്ള. വെട്ടിയിട്ട തടികൾ കടത്തിക്കൊണ്ടുപോകുവാനുള്ള ശ്രമം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. തിരൂരങ്ങാടി പന്താരങ്ങാടി പൂക്കുളങ്ങര ചീർപ്പിങ്ങൽ പാലത്തിനരികെ 150 മീറ്റർ മാറി ഇറിഗേഷൻ ഭൂമിയിലാണ് മരം കൊള്ള നടന്നത്. ചെറുതും വലുതുമായ 18ലധികം മരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട്. വെട്ടിയ മരങ്ങൾ കടത്താനുള്ള ശ്രമമാണ് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത്. മരച്ചില്ലകളും മറ്റും ജലാശയത്തിലേക്ക് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇത് ജലമലിനീകരണത്തിന് ഇടയാക്കുമെന്നും നീരൊഴുക്ക് തടസ്സപ്പെടുത്തുമെന്നും പരാതിയുണ്ട്. മരം വെട്ടും കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമവും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ മരം കടത്തുകാർ കടന്നു കളയുകയായിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് മേജർ ഇറിഗേഷൻ അധികൃതരും പൊതുപ്രവർത്തകനായ MP സ്വാലി തങ്ങളും തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇറിഗേഷൻ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. കൂടുതൽ മരങ്ങൾ മുറിക്കാതെയും മുറിച്ച മരങ്ങൾ രഹസ്യമായി കടത്തുവാനുള്ള നീക്കവും നാട്ടുകാരുടെ അവസരോചിത ഇടപെടലിനെ തുടർന്നാണ് വിഫലമായത്. മേജർ ഇറിഗേഷൻ ഭൂമിയിലെ ശേഷിക്കുന്ന മരങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. സമാന രീതിയിൽ പാലത്തിന്റെ തൊട്ടടുത്തായി മാസങ്ങൾക്ക് മുമ്പ് മരങ്ങൾ വെട്ടിമാറ്റിയതിന്റെ അടയാളങ്ങളും വ്യക്തമാണ്. ഇക്കാര്യത്തിലും സമഗ്രമായ അന്വേഷണം വേണമെന്ന് MP സ്വാലി തങ്ങൾ ആവശ്യപ്പെട്ടു. മരങ്ങൾ ഇനിയും വ്യാപകമായി വെട്ടുന്ന സാഹചര്യമുണ്ടായാൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകരും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. മരം കൂട്ടത്തോടെ വെട്ടിയ വിവരമറിഞ്ഞ് ഇറിഗേഷൻ അധികൃതർ സ്ഥലത്തെത്തി വിശദമായ പരിശോധനകളും നടത്തിയിട്ടുണ്ട്. പ്രതികളെ അടിയന്തരമായി പിടികൂടി സർക്കാരിനുണ്ടായ നഷ്ടം തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പരാതിക്കാരനും ഇറിഗേഷൻ വകുപ്പും ആവശ്യപ്പെടുന്നത്. മരം കൊള്ളയിലെ ഡിവിഷൻ കൗൺസിലറുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്നും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോക് കുമാർ P, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശരത് TP, ഓവർസിയർമാരായ പ്രജീഷ് M, സുജിഷ M തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഇറിഗേഷൻ വകുപ്പ് തിരൂരങ്ങാടി പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.